Hello, my chunks. How are you all? അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കുന്നത് കേരള നവോത്ഥാനവും അതുപോലെ തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനോടെ മിക്സ് ആണ്. വെരി സിമ്പിൾ ആണ്. തുടങ്ങാം. ഫയൽ വന്നു. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി നൽകിയ ഭേദഗതി. ദേശീയ ജനസംഖ്യാ കമ്മീഷൻ രൂപീകരിച്ച വർഷം ഏത്? രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാനായി ഉപരാഷ്ട്രപതി എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏത്? സാമ്പത്തിക സംവരണ ബിൽ ലോക്സഭ പാസാക്കിയ വർഷം ഏത്? സാമ്പത്തിക സംവരണം ഏർപ്പെടുത്തിയ ഭേദഗതി ഏത്? അപ്പൊ നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഒരു അനുഭവം? സോ സിമ്പിൾ, ഹമ്പിൾ. പറയൂ, പഠിക്കണോ അതോ അടുത്തിന് പോണോ? ഇത്രയും പഠിക്കട്ടോ? സാരല്ല കേട്ടോ. ഇത്ര ഉള്ളു കാര്യം. ദേശീയ പിന്നോക്ക കമ്മീഷന് ഭരണഘടന പദവി നൽകിയ ഭേദഗതി എന്ന് പറയുന്നത് 102ാമത്തെ ഭേദഗതി ആണ്. അപ്പൊ അടുത്തടുത്തിലുള്ള സംഭവങ്ങൾ ആണ്. പിന്നോക്ക വിഭാഗ കമ്മീഷന് ഭരണഘടന ഭേദഗതി നൽകിയതിന് പുറകിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്?
സാമ്പത്തിക സംവരണ ഭേദഗതി ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ്? സാമ്പത്തിക സംവരണ ഭേദഗതി കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ പഠിച്ചു വെച്ചേക്കാം. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി നൽകി. പിന്നോക്കം 1 2 2ന് പിന്നിലല്ലേ 1, ഓർത്തേച്ചാ മതി. 2ന് പിന്നിലല്ലേ 1, അത്ര ഓർത്തേച്ചാ മതി. പിന്നോക്കമാണെങ്കിൽ 102. ദെൻ സാമ്പത്തിക സംവരണം 103. തൊട്ടടുത്ത ഭരണഘടനാ ഭേദഗതിയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ഭേദഗതിയാണ് പറഞ്ഞിരിക്കുന്നത്, ബില്ലല്ല. ബില്ല് ഞാനിവിടെ ഇപ്പൊ പറയുന്നില്ല, തെറ്റിക്കരുത്. ഇതെന്ന് പറഞ്ഞാൽ ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി നൽകിയ ഭേദഗതി ഏതെന്ന് ചോദിക്കുമ്പോൾ 102ാമത്തെ ഭേദഗതിയാണ്. ദെൻ സാമ്പത്തിക സംവരണം ഏർപ്പെടുത്തിയ ഭേദഗതി, തൊട്ടടുത്ത ഭേദഗതി 103. 102 പിന്നോക്കം ആൻഡ് സാമ്പത്തികം 103. ഓക്കെ. ആൻഡ് ദേശീയ ജനസംഖ്യാ കമ്മീഷൻ രൂപം കൊണ്ട വർഷം 2000 മെയ് മാസം 11. ജൂലൈ 11 മെയ് 11 കേട്ടോ. ജസ്റ്റ് ഓർത്ത ജാതി, നിർബന്ധമില്ല. വർഷം അങ്ങ് പഠിച്ചു വെക്കണം, വർഷം പ്രീവിയസ് ആണ്. ദേശീയ ജനസംഖ്യാ കമ്മീഷൻ രൂപീകരിച്ച വർഷം 2000 രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ എന്ന് പറഞ്ഞിരിക്കുന്നു ഉപരാഷ്ട്രപതി. അക്കോർഡിംഗ് ടു ആർട്ടിക്കിൾ 64 ആണ് ഏതെന്ന് പറഞ്ഞിരിക്കുന്നത്. രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആണ് ഉപരാഷ്ട്രപതി എന്ന് പറഞ്ഞിരിക്കുന്നത്. സാമ്പത്തിക സംവരണ ബിൽ ലോക്സഭ പാസാക്കിയ വർഷം 2019. സാമ്പത്തിക സംവരണ ബിൽ ലോക്സഭ പാസാക്കിയപ്പോൾ ദേശീയ പിന്നോക്കമാണെങ്കിൽ 102, സാമ്പത്തിക സംവരണമാണെങ്കിൽ 103 ആണ് വേണ്ടത്. സാമ്പത്തിക സംവരണ ബിൽ ലോക്സഭ പാസാക്കിയ വർഷം 2019. രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ എന്ന് പറയുന്നു 64 ആര്? വൈസ് പ്രസിഡന്റ്. ആൻഡ് ദേശീയ ജനസംഖ്യാ കമ്മീഷൻ രൂപീകരിച്ച വർഷം 2000. അപ്പൊ ഇതെല്ലാം നോക്കിട്ട് വരാം. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷന് പിന്നോക്കം വർഷം പറയുക. ഓക്കെ, 102. ജനസംഖ്യാ കമ്മീഷൻ രൂപീകരിച്ച വർഷം ഏതാ? പുതിയ സ്റ്റുഡൻസ് ഇതുപോലത്തെയുള്ള ക്ലാസ്സസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് സിജി ബിജൂസ് അക്കാദമിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷനും ഓൾഡ് ക്ലാസ്സുകളും സ്റ്റഡി ടോപ്പിക്സും ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. സിജി ബിജൂസ് അക്കാദമി ടെലഗ്രാം ചാനൽ. 2000 ഒരു ജനസംഖ്യാ നയമൊക്കെ നേരത്തെ ഒരു രൂപീകരിച്ചിട്ടുണ്ട്, പക്ഷെ ഇതുവരെ അത് പ്രാവർത്തികമായിട്ടില്ല കേട്ടോ. ജനസംഖ്യ നമ്മൾ വനനയം ഒക്കെ പഠിക്കുന്ന പോലെ ജനസംഖ്യാ നയമൊക്കെ ഓൾറെഡി ഇന്ത്യ ഗവൺമെന്റ് രൂപീകരിച്ചിട്ടുണ്ട്, പക്ഷെ അതൊന്നും ഇതുവരെ പ്രാബല്യത്തിൽ വന്നിട്ടില്ല. സോ നോട്ട് ഇമ്പോർട്ടൻറ്റ്. കമ്മീഷൻ ആണ് 2000 വന്നിരിക്കുന്നത്, നയമല്ല, കമ്മീഷൻ. എക്സ് ഒഫീഷ്യോ ചെയർമാൻ. ഓക്കെ, വെരി ഗുഡ്. 64. സാമ്പത്തിക സംവരണ ബിൽ ലോക്സഭ പാസാക്കിയത്. ഇന്ന് ഇത്രയും കാര്യങ്ങൾ അങ്ങ് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഇത് പഠിച്ചെങ്കിൽ മാത്രമേ എനിക്ക് ഇച്ചിരി നെക്സ്റ്റ് ലെവലിലേക്ക് അടുത്ത ക്ലാസ്സിൽ പറയാൻ പറ്റത്തുള്ളൂ. 2019 സാമ്പത്തിക സംവരണം ഏർപ്പെടുത്തിയ ഭേദഗതി. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇത്രയും കാര്യം മനസ്സിലായോ? പെർഫെക്റ്റ്ലി ഓക്കെ. 102 എന്താണ്, 103 എന്താണ്? രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ രാഷ്ട്രപതി. 64 സാമ്പത്തിക സംവരണ ബിൽ ലോക്സഭ, രാജ്യസഭ 2019. ലോക ജനസംഖ്യാ കമ്മീഷൻ 2000. അപ്പൊ നെക്സ്റ്റ് ലെവലിലേക്ക് പോവാം. GST എന്ന ആശയം ഉത്ഭവിച്ച രാജ്യം. നിങ്ങൾക്ക് തെറ്റുന്നതിന് ഞാൻ ഉത്തരവാദിയല്ല.
കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം GST നിലവിൽ വന്ന രാജ്യമാണ് ഫ്രാൻസ്. ദേശീയ ബാലാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം സംസ്ഥാന GST ബിൽ പാസാക്കിയ ആദ്യ സംസ്ഥാനം അപ്പൊ നോക്കൂ, GST എന്ന ആശയം ഉത്ഭവിച്ച രാജ്യം എന്ന് പറഞ്ഞത് ഏതാണ്? കാനഡ. അതേസമയം GST നിലവിൽ വന്ന രാജ്യം ഏതാണ്? അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞു ഈ സെഷൻ നിങ്ങൾ മിസ് ചെയ്തരുത്. ഇപ്പൊ നിങ്ങൾക്ക് മിസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും? തീർത്താ തീരാത്ത ഒരു നഷ്ടമായിരിക്കും. അപ്പം GST ബിൽ റാറ്റിഫൈ ചെയ്ത സ്റ്റേറ്റ് ആണ് ഏത്? PSC ഇതുവരെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആസാം ക്വസ്റ്റ്യൻ വരുന്നത്. മനസ്സിലായല്ലോ? അതേസമയം ബില്ല് പാസ്സാക്കിയത് എവിടെ എന്ന് ചോദിച്ചാൽ ആൻസർ തെലങ്കാന. സംശയം എനിക്കും ഉണ്ടായിരുന്നു നിങ്ങളെ പോലെ. ഞാൻ നെറ്റിൽ നോക്കിയപ്പോൾ ഇത് തമ്മില് തെലങ്കാനയിലാണ് ഒരു ഏപ്രിൽ മാസത്തിൽ വന്നത്. മെയ് മാസം 11 തീയതിയാണ് ആസാമിൽ വന്നത്. ആസാമിൽ റാറ്റിഫൈ ചെയ്തു, മീൻസ് ഓൺലി സൈൻ ചെയ്തു, കോൺട്രാക്ട് ആയതേ ഉള്ളൂ, റാറ്റിഫൈ ചെയ്തേ ഉള്ളൂ, ബിൽ പാസ്സാക്കി. ക്വസ്റ്റ്യൻ PSC ഇതുവരെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഈ പറഞ്ഞിരിക്കുന്ന റാറ്റിഫൈ ചെയ്തിരിക്കുന്ന സ്റ്റേറ്റ് എന്ന് ചോദിച്ചിരിക്കുന്നത്. സോ ദ ആൻസർ ഈസ് ആസാം. ബിൽ GST ബിൽ പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം തെലങ്കാന. സംശയമുള്ളവർക്ക് നെറ്റിനകത്ത് നോക്കാം. 1 month ഡിഫറൻസ് ഉണ്ട്. തെലങ്കാനയിലാണ് ആദ്യമായിട്ട് നിലവിൽ വന്നത്. സമാധാനം, സന്തോഷം. അപ്പൊ ഇതൊക്കെ നല്ല എന്താണ് വല വിരിച്ച് ഇട്ടിരിക്കുന്ന സംഭവങ്ങളാണ്. ഓർത്തു വെച്ചേക്കാം. ദേശീയ ബാലാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 2007 സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 2013. GST എന്ന് പറഞ്ഞ ആശയം ഉത്ഭവിച്ച രാജ്യം കാനഡ, നിലവിൽ വന്നത് ഫ്രാൻസ്. GST ആദ്യമായി നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? GST ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? ആസാം. ക്വസ്റ്റ്യൻ എന്താണ്? ബിൽ പാസ്സാക്കിയ സ്റ്റേറ്റ് ഏതെന്ന് ചോദിച്ചാൽ ആൻസർ ഏത് വരണം? ആസാം, സോറി തെലങ്കാന. ഡിഫറൻസ് മനസ്സിലായോ? ക്വസ്റ്റ്യന്റെ ഡിഫറൻസ് മനസ്സിലായോ? സംശയമുള്ളവർക്ക് നെറ്റിനകത്ത് നോക്കാവുന്നതാണ്. റാറ്റിഫൈ ചെയ്തതാണ് ആസാം എന്ന് പറഞ്ഞിരിക്കുന്നത്. റാറ്റിഫൈഡ് ഇംഗ്ലീഷ് മീനിങ് എന്ന് പറഞ്ഞാൽ came into contract or signed. സെക്കൻഡ് ബീഹാർ. സെക്കൻഡ് ഒന്നും അല്ല, അത് ഒരു 11th എങ്ങാണ്ടാണ്. ബിൽ പാസ്സാക്കിയ 11th കുറെ ഒത്തിരി കഴിഞ്ഞിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. ഇത് ഇനി വൺസ് മോർ പറയണം. GST ബിൽ പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം തെലങ്കാന. GST നിലവിൽ വന്ന GST ബില്ല്, അതായത് നമ്മൾക്ക് വിവരാവകാശ ബില്ല് നിലവിൽ വന്നു. എവിടെയാണ് വിവരാവകാശ ബില്ല് ആദ്യമായി പാസ്സാക്കി? വിവരാവകാശ ബിൽ പാസ്സാക്കിയത് ഇതിനെ കൊണ്ട് ഞാൻ ഇന്ന് എന്തിനാണ് ഉപദ്രവിക്കുന്നത്? ഏതാണ് ഡിഫറൻസ് അറിയത്തില്ലേ? എന്റെ കൊച്ചുങ്ങളെ, അതിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വിവരാവകാശ ബില്ല് നടപ്പിലാക്കിയ ആരാണ്? ഏത് സ്റ്റേറ്റ് ആണ്? തമിഴ്നാടാണ്. വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്ന സംസ്ഥാനം
രാജസ്ഥാൻ. ഫാനൊക്കെ ഉണ്ട്, രാജസ്ഥാനാണ്. ഇനി ലൈക്ക് വൈസ് GST ബിൽ പാസ്ഡ് എവിടെ? തെലുങ്കാന. GST പ്രാബല്യത്തിൽ വന്നു ആസാം. ഇനി തെറ്റിക്കോ? ഡിഫറൻസ് മനസ്സിലായോ? വ്യക്തമായിട്ട് മീൻസ് ഈ പറഞ്ഞിരിക്കുന്ന പോലെ നമ്മൾ പലപ്പോഴും പോയി രാജസ്ഥാൻ കുത്തിയിട്ടുണ്ട് ബില്ല് നോക്കാതെ. പിന്നെ കുറെ പ്രാവശ്യം കിട്ടി കഴിയുമ്പോഴാണ് നമ്മൾ മാറ്റി കുത്താൻ പോകുന്നത്. അതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഏതെന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന സംഭവം. ഞാൻ വരുവാണേ. ഇത് മാരകമാണ്. അതുപോലെ തന്നെ നമുക്ക് ബാലാവകാശ കമ്മീഷൻ ആദ്യമായിട്ട് ബാലവേല നിരോധന നിലവിൽ വന്നു ഏതു വർഷം? ഏത് വർഷമാണ്? രണ്ടെണ്ണം ഉണ്ട്, ചുമ്മാ ഇല്ല, മാറി മാറി വരുവാണ്. 1986. 1986. ഇനി സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ നിലവിൽ വന്നു 2013. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ. ദേശീയമാണെങ്കിൽ 2007. ഇതിന്റെ നിയമം പ്രാബല്യത്തിൽ വന്നു 2005. നിങ്ങളിപ്പം ജസ്റ്റ് വർഷം മാത്രം ഇന്ന് പഠിപ്പിക്കുന്ന കാര്യം നിങ്ങൾ ഇന്ന് പെർഫെക്റ്റ്ലി പഠിച്ചു വെച്ചേക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എടുക്കല നെക്സ്റ്റ് സ്റ്റേജ് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇതിനും ഇനി ഇതിന്റെ അഡീഷണൽ പോയിന്റ്സ് പറയാൻ വേണ്ടിയിട്ടുണ്ട്. മനസ്സിലായല്ലോ? ഇന്ന് ബേസ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പൊ ഇന്ന് ഈ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കണം. എങ്കിൽ മാത്രമേ അടുത്ത ദിവസം പറയുമ്പോൾ ഇതിന്റെ കണ്ടിന്യൂസ് ആയിട്ടായിരിക്കും പറയുന്നത്. സോ നന്നായിട്ട് ഇത് പഠിച്ചു വെക്കണം, ഡിഫറൻസ് മനസ്സിലാക്കി വെക്കണം. ഓക്കെ. GST എന്ന ആശയം ഉത്ഭവിച്ച രാജ്യം കാനഡ. അതുപോലെ തന്നെ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 2013. ദേശീയമാണെങ്കിൽ ആൻസർ ഏതാണ് വരുന്നത്? 2007 ആണ് വരുന്നത്. തെലങ്കാന. ഡിഫറൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ വാ, കാനഡ. ഫയലൊന്നും കൊണ്ടുപോയി ആർക്കൊന്നും കൊടുക്കരുത് കേട്ടോ. കേരള സംസ്ഥാനം 86 ബാലാവകാശ നിരോധന നിയമം പാർലമെന്റ് പാസാക്കി. ബാലാവകാശം, അതായത് ആർട്ടിക്കിൾ 24 റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യം. 2013 ദേശീയ ബാലാവകാശ കമ്മീഷൻ. ദേശീയത്തിൽ 2007. സംസ്ഥാന GST ബിൽ പാസാക്കിയ ആദ്യ സംസ്ഥാനം. ഇനിയിപ്പോ സൂക്ഷിച്ചു വേണം ചാടിക്കേറി പോവാൻ വേണ്ടിയിട്ട് കേട്ടോ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആണോ? അല്ലാത്ത ഒരു സാമ്പ്രാണി കത്തിച്ചാലും മതിയായിരുന്നു. SNDP യോഗത്തിന്റെ മൈക്ക് എന്നറിയപ്പെടുന്നത്? SNDP സെക്രട്ടറി ആയിരുന്ന കേരള മുഖ്യമന്ത്രി.
പ്രഥമ സഹോദരൻ പുരസ്കാരം ലഭിച്ച വ്യക്തി. കേരള തൊഴിലാളി സംഘടനയുടെ പിതാവ്. പത്മശ്രീ നേടിയ ആദ്യ മലയാളി. ഞാൻ തിരുത്തിയാലും നിങ്ങൾ കുത്തത്തില്ലെന്ന് നിങ്ങൾ കുത്തത്തില്ലെന്ന് എനിക്കറിയാം. നിങ്ങൾ കുത്തണ്ട കേട്ടോ. പക്ഷേ വേണ്ടവർ കുത്തിയാൽ മതി. SNDP യോഗത്തിന്റെ മൈക്ക് എന്നറിയപ്പെടുന്നത് ആരാണ്? സത്യവ്രത സ്വാമികളാണ്. SNDP യോഗത്തിന്റെ മൈക്ക് എന്നറിയപ്പെടുന്നത് ആരാണ്? സത്യവ്രത സ്വാമികളാണ്. SNDP സെക്രട്ടറി ആയിരുന്ന കേരള മുഖ്യമന്ത്രി R ശങ്കർ ആണ്. SNDP സെക്രട്ടറി ആയിരുന്ന കേരള മുഖ്യമന്ത്രി. സെക്രട്ടറിയുമായിരുന്നു, പ്രസിഡന്റുമായിരുന്നു R ശങ്കർ എന്ന് പറയുന്നത്. ഏത് വർഷമാണ് ശ്രീനാരായണ ഗുരു SNDPയുടെ സ്ഥാനം ഒഴിഞ്ഞത് എന്ന് ചോദിച്ചാൽ ഏത് വർഷം വേണം നിങ്ങൾ പറയാൻ വേണ്ടിയിട്ടാ? ശ്രീനാരായണ ഗുരു ഏത് വർഷമാണ് SNDPയുടെ സ്ഥാനം ഒഴിഞ്ഞത്? 1924 സ്ഥാനം ഒഴിഞ്ഞത്. 24 സ്ഥാനം ഒഴിഞ്ഞു. പ്രഥമ സഹോദരൻ പുരസ്കാരം ലഭിച്ച വ്യക്തി, സഹോദരൻ അയ്യപ്പൻ പുരസ്കാരം ലഭിച്ച വ്യക്തി P സുജാതൻ ആണ്. എന്താണ്? പ്രഥമ സഹോദരൻ പുരസ്കാരം ലഭിച്ച വ്യക്തി P സുജാതൻ ആണ്. കേരള തൊഴിലാളി സംഘടനയുടെ പിതാവ് എന്ന് ചോദിക്കുമ്പോൾ ആരുടെ പേര് പറയണം? സഹോദരൻ അയ്യപ്പൻ പറയണം. അതുപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട് പറയാൻ വേണ്ടിയിട്ട്. എന്താണ്? ആധുനിക പ്രസംഗ സമുദായത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. 1917 എന്ത് സ്ഥാപിച്ചിരിക്കുന്നത്? ഏതാണ്? സഹോദരൻ അയ്യപ്പനാൽ നേതൃത്വം കൊടുത്ത സംഘടന സഹോദര സംഘം ആണോ? സംഘടനയുടെ പേരെന്തുവാണ്? ഓക്കെ. അപ്പൊ പത്മശ്രീ ലഭിച്ച ആദ്യ മലയാളി 1955 ഇങ്ങർക്ക് വേറെ പുറത്ത് ഏതാണ്ട് ഒരു പേരുണ്ട്. വർഗീസ് ബെഞ്ചമിൻ. നിങ്ങളൊന്ന് പഠിച്ചാൽ മതി കേട്ടോ. വർഗീസ് ബെഞ്ചമിൻ 1955 ആദ്യമായിട്ട് പത്മശ്രീ നേടിയ ആദ്യ മലയാളി വർഗീസ് ബെഞ്ചമിൻ. അപ്പൊ നോക്കാം. SNDP യോഗത്തിന്റെ മൈക്ക എന്നറിയപ്പെടുന്നു സത്യവ്രത സ്വാമികളാണ്. SNDP സെക്രട്ടറി ആയിരുന്ന കേരള മുഖ്യമന്ത്രി എന്നറിയപ്പെടുന്നു R ശങ്കർ. പ്രഥമ സഹോദരൻ പുരസ്കാരം ലഭിച്ച വ്യക്തി P സുജാതൻ. തൊഴിലാളി സംഘടനയുടെ പിതാവ് സഹോദരൻ അയ്യപ്പൻ. പത്മശ്രീ നേടിയ ആദ്യ മലയാളി വർഗീസ് ബെഞ്ചമിൻ ആണ്. എന്താണ്? വർഗീസ് ബെഞ്ചമിൻ ആണ്. പഠിച്ചോ? SNDP യോഗത്തിന്റെ മൈക്ക് ഏതാണ്? സത്യവ്രത സ്വാമികളാണ്. SNDP സെക്രട്ടറി ആയിരുന്നു ആദ്യ കേരള മുഖ്യമന്ത്രി R ശങ്കർ. പ്രഥമ സഹോദരൻ പുരസ്കാരം ലഭിച്ച വ്യക്തി P സുജാതൻ. കേരള തൊഴിലാളി സംഘടനയുടെ പിതാവ് സഹോദരൻ അയ്യപ്പൻ. പത്മശ്രീ നേടിയ ആദ്യ മലയാളി വർഗീസ് ബെഞ്ചമിൻ. ഇനി തെറ്റിക്കുവോ? ജോലി വേണ്ടേ? നല്ല കുട്ടികളല്ലേ? പഠിക്കാം. മടുത്തോ? പത്മവിഭൂഷൺ നേടിയത് ആരാണ്? ആദ്യമായിട്ട് പത്മവിഭൂഷൺ നേടിയ മലയാളി? അതാണ് VK കൃഷ്ണമേനോൻ എന്ന് പറഞ്ഞ. SNDP യോഗത്തിന്റെ മൈക്ക്. സത്യവ്രത സ്വാമികൾ. SNDP സെക്രട്ടറി ആയിരുന്നു കേരള മുഖ്യമന്ത്രി.
പ്രഥമ സഹോദരൻ പുരസ്കാരം ലഭിച്ച വ്യക്തി. ഹായ് സൂര്യ. കേരള തൊഴിലാളി സംഘടനകളുടെ പിതാവ്. ആധുനിക പ്രസംഗ സമുദായത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും സഹോദരൻ അയ്യപ്പൻ തന്നെയാണ്. പത്മശ്രീ നേടിയ ആദ്യ മലയാളി. വർഗീസ് ബെഞ്ചമിൻ. ഓക്കെ ആണല്ലോ ഇത്? കുറ്റങ്ങൾക്കുള്ള ശിക്ഷയെ സംബന്ധിച്ച ഭരണഘടനാ വകുപ്പ്. പുതിയ സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ ജോയിൻ ചെയ്യാം. സിജി ബിജൂസ് അക്കാദമി സെർച്ച് ചെയ്യാം ഓർ 8078962109. ഇതിനകത്ത് ചെയ്താൽ നമ്മുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് വരും. 4 ലൈവ്സ് ഫ്രീ ലൈവ് ക്ലാസ് ഡെയിലീസ് ഉണ്ട്. ജുഡീഷ്യൽ റിവ്യൂ. അടിമത്തം നിരോധിക്കുന്ന വകുപ്പ്. മതസ്വാതന്ത്ര്യം നിർവഹിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുന്ന വകുപ്പ്. ഹായ്. ഇങ്ങനെ ഒരു സെഷൻ വേണ്ടേ? ഡെയിലി ഇങ്ങനെ ഒരു സെഷൻ SCRT, ഒരു സെഷൻ ഇങ്ങനെ പോട്ടോ. 2 സബ്ജക്ട് മിസ് ചെയ്തിട്ട് എന്ത് പറയുന്നു? ഇപ്പൊ നോക്കിക്കേ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്, ശ്രദ്ധിക്കണം നന്നായിട്ട്. SRT കുറച്ചൊക്കെ ഉണ്ട് തീരാൻ. എവിടെ ആയിരുന്നു? 5-6 ദിവസം കണ്ടില്ലല്ലോ. റിവിഷൻ എല്ലാം അവിടെ വരുന്നുണ്ടല്ലോ. റിവിഷൻ എല്ലാം 10 PM വരുന്നുണ്ട്. സജിനി കണ്ടില്ല. ഞാൻ ഇനി ഫ്രീ ആയിട്ട് വേണം 11 മണി കഴിഞ്ഞിട്ട് മെസ്സേജ് നോക്കാം. ഏകദേശം ഒരു 70% വരുന്നുണ്ട്.
30% ഉള്ളൂ. നമ്മൾ 65% വരുന്നുണ്ട്. 35% കൂടെ ഉള്ളൂ ശരിക്കും നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട്. ജി കെയും മാത്സും ആണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി അല്ലാത്ത സബ്ജക്ട് ബാക്കി വരുന്നുണ്ട്. ജി കെയുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഫ്രീ ക്ലാസ് എല്ലാം 10 PM റിവിഷൻ വരുന്നുണ്ട്. 10 PM അത് മാത്രം പഠിച്ചാൽ മതി. നിങ്ങൾ എല്ലാവരും ഒന്നിച്ച് മിസ്സായ ലൈവ് ഒന്നും കാണാൻ പോണ്ട. ഞാൻ പറയുന്ന സമയത്ത് അങ്ങ് പഠിച്ചുകൊണ്ട് വന്നാൽ മതി. SRT സയൻസ് കൂടെ ചേർന്നിട്ടാണ് അവിടെ എടുക്കുന്നത്. ഇനി അപ്പൊ നോക്കിക്കേ, ആർട്ടിക്കിൾ 20 എന്ന് പറഞ്ഞത് എന്താണ്? ഒരു കുറ്റത്തിന് ഒന്നിൽ കൂടുതൽ തവണ ശിക്ഷ കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നതാണോ ആർട്ടിക്കിൾ 20 എന്ന് പറയുന്നത്? അല്ലെ? അപ്പൊ അതാണ്. അപ്പൊ അതുപോലെ തന്നെ നമ്മളോട് ചോദിക്കുവാണ്, കുറ്റങ്ങൾക്കുള്ള ശിക്ഷയെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് എന്ന് പറയുമ്പോൾ ഏതാണ്? ആർട്ടിക്കിൾ 20 ആണ് പറയുന്നത്. എന്താണ്? ആർട്ടിക്കിൾ 20 ആണ് കുറ്റങ്ങൾക്കുള്ള ശിക്ഷയെ സംബന്ധിക്കുന്ന ഭരണഘടനാ വകുപ്പ്. ആർട്ടിക്കിൾ 20. ജുഡീഷ്യൽ റിവ്യൂ ആർട്ടിക്കിൾ 13. എത്രയാണ്? 13. ജുഡീഷ്യൽ റിവ്യൂവിനെ പറ്റി പറയുന്നു 13-ലാണ്. അടിമത്തം നിരോധിക്കുന്ന വകുപ്പ് ഏതാണ്? അടിമത്തം 23. അടിമത്തം നിരോധിക്കുന്ന വകുപ്പ് 23. മതസ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുന്ന, മതസ്വാതന്ത്ര്യം നിർവഹിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുന്നു. എഗെയിൻ മതസ്വാതന്ത്ര്യം. പ്രചരിപ്പിക്കുന്നതാണെങ്കിൽ 25. കാരണം എന്താണ് പറഞ്ഞിരിക്കുന്നത്? മതസ്വാതന്ത്ര്യം നിർവഹിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുന്നു. മതസ്വാതന്ത്ര്യത്തിന്റെ സ്വാതന്ത്ര്യം, 2 സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ 26. പ്രചരിപ്പിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമാണെങ്കിൽ എന്ത് പറയുന്നു? പ്രചരണം 25. പ്രചരിപ്പിച്ചു 25-ൽ എഗൈൻ 2 സ്വാതന്ത്ര്യം 26. പ്രചരണം 25-ൽ പറയുന്നു മതസ്വാതന്ത്ര്യം നിർവഹിക്കാനുള്ള, നമുക്ക് മതത്തിനെ പറ്റിയിട്ട് ഒരു സ്വാതന്ത്ര്യമുണ്ട്, അതിനു വേണ്ടിയിട്ട് എഗെയിൻ ഒരു സ്വാതന്ത്ര്യം കൂടെ പറയുന്നു, ഡബിൾ സ്വാതന്ത്ര്യം 26. പ്രചരിപ്പിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം 25-ലും മതസ്വാതന്ത്ര്യം അത് നിർവഹിക്കാനുള്ള സ്വാതന്ത്ര്യം. മനസ്സിലായോ? അതായത് ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ ആരിനെ പറ്റിയിട്ടാണ് പറയുന്നത്? ഈ പറഞ്ഞിരിക്കുന്ന മതസ്വാതന്ത്ര്യത്തെ പറ്റിയിട്ടാണ്. അതുകൊണ്ടാണ് എഗെയിൻ ഈ സ്വാതന്ത്ര്യം കയറി വരുന്നത്. മനസ്സിലായല്ലോ? ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചാൽ മതി ഇങ്ങോട്ട്. ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയാണ് ആരിനെ പറ്റി പറയുന്നു? മതസ്വാതന്ത്ര്യത്തിനെ. ഒരു ബാറ്റും വേണ്ട, മതസ്വാതന്ത്ര്യം. ഇനി എവിടെ എന്ത് ചോദിച്ചാലും എന്തു തന്നെയാണ്? മതസ്വാതന്ത്ര്യത്തിനുള്ള സ്വാതന്ത്ര്യമാണ് അത് പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കാം. 25 ഉള്ള സ്വാതന്ത്ര്യം. 26 ഡിഫറൻസ് മനസ്സിലായോ? അതായത് ഇതിനുള്ള സ്വാതന്ത്ര്യം. ഡബിൾ സ്വാതന്ത്ര്യം വരുവാണെങ്കിൽ 26. അതായത് നമുക്ക് ക്വസ്റ്റ്യൻ അത് 2 സ്വാതന്ത്ര്യം ഉണ്ടോ? ആൻസർ 26. സ്വാതന്ത്ര്യം, ഇന്ദ്രിയം എന്ന് പറയുമ്പോൾ തന്നെ ഇന്ദ്രിയം 6 അല്ലേ? ഇന്ദ്രിയം, സ്വാതന്ത്ര്യം 6. 26. പ്രചരിപ്പിക്കൽ 25 ആണ്. പഠിച്ചതെല്ലാം ശരിയാണ്. അഡീഷണൽ ആയിട്ട് ഒരു സംഭവത്തിനെ വേറൊരു രീതിയിലൂടെ ഡിഫൈൻ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഉണ്ട്, 10 മാർക്കിനേ ഉള്ളൂ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിലിംസിന്. ഓൾഡ് ക്ലാസ് ഒക്കെ കണ്ടിട്ടില്ലാത്തവരുണ്ടോ? ഞാൻ കുറെ ക്ലാസ്സസ് ഒക്കെ ഇവിടെ ഫ്രീ ആയിട്ട് എടുത്തിട്ടുണ്ട്. ഓൾഡ് ക്ലാസ് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും എനിക്ക് മെസ്സേജ് ചെയ്യുക, ഞാൻ ലിങ്ക് തരാം. 8078962109. ഇപ്പൊ ഏകദേശം ഒരു 10 ക്ലാസ്സോളം ഞാൻ ഫ്രീ ക്ലാസ് കണ്ടിട്ടുണ്ട്. അയ്യോ എന്റെ കുഞ്ഞുങ്ങളെ, എവിടുന്നാണ് ഞാൻ ഈ 7 ലൈവും എടുത്ത് എന്റെ എന്നിട്ട് എന്റെ അമ്മ പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഞാൻ ഈ റൂമിൽ നിന്ന് ഇറങ്ങത്തില്ലെന്നാണ്. എന്നെ എന്തൊക്കെ കുറ്റം പറഞ്ഞു അറിയാം. അതുകൊണ്ടാണ് ഞാൻ മുമ്പേ വീർപ്പിച്ച് കെട്ടിയിരുന്നത്. മനസ്സിലായോ? നീ ഇവിടെ സ്ലൈഡും ചെയ്തോണ്ടിരുന്നോളെ. എന്റെ അമ്മ അറിയുന്നോ എന്റെ കഷ്ടപ്പാട് വല്ലതും?
എനിക്കങ്ങ് സങ്കടം വന്നുപോയി. മതം പ്രചരിപ്പിക്കാൻ പോയില്ല, ഇവിടെ ഉണ്ട്. മതം പ്രചരിപ്പിക്കാൻ ഉള്ള ഇതെന്താണ്? മതം പ്രചരിപ്പിക്കാൻ, അതാണ്. എനിക്കോ? ഞാൻ 11 മണി കഴിഞ്ഞ് മെസ്സേജ് നോക്കാം കേട്ടോ. അപ്പോഴാണ് ഞാനൊന്ന് നടു നോക്കുന്നത്. നോക്കിക്കോട്ടെ കൊച്ചുകളെ. അതാണ്. കുറ്റങ്ങൾക്കുള്ള ശിക്ഷയെ സംബന്ധിച്ച് എന്താണ്? ആർട്ടിക്കിൾ 20 ആണ്. ലിങ്ക് സെൻഡ് ചെയ്യാം. 11 മണി എനിക്ക് മെസ്സേജ് അങ്ങ് അയച്ചോളൂ. ഞാൻ എന്തായാലും ലിങ്ക് സെൻഡ് ചെയ്യും. 11 മണി കഴിയും കേട്ടോ. അതാണ് അമ്മയ്ക്ക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണം. രാത്രി 2:30-ക്കാണ് സംസാരിക്കുന്നത്. കുറ്റങ്ങൾക്ക് ശിക്ഷയെ സംബന്ധിച്ച ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 20 ആണ്. ജുഡീഷ്യൽ റിവ്യൂവിനെ പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ് ആർട്ടിക്കിൾ 13. അടിമത്തം നിരോധിക്കുന്ന വകുപ്പ് ആർട്ടിക്കിൾ 23. മതസ്വാതന്ത്ര്യം നിർവഹിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം ആർട്ടിക്കിൾ 26. ഉറങ്ങും, ഞാൻ വിളിച്ചുണർത്തും. മതം പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്ന വകുപ്പ് ആർട്ടിക്കിൾ 25. 20 ശിക്ഷയെ സംബന്ധിച്ച ഭരണഘടനാ വകുപ്പ് 20. ജുഡീഷ്യൽ റിവ്യൂവിനെ പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ് 13. അടിമത്തം നിരോധിക്കുന്ന വകുപ്പ് ആർട്ടിക്കിൾ 23. 26. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ടോ? പരീക്ഷയ്ക്ക് എഴുതുന്നോ അതോ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നോ? ലാസ്റ്റ് ആയിട്ട് ഞാൻ ചോദിക്കുവാണ്, നിങ്ങൾ മര്യാദയ്ക്ക് ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ടോ? ആ പറ അങ്ങോട്ട്, പറ പെട്ടെന്ന് പറ. അടിമത്തം, 23. 20 കുറ്റവും ശിക്ഷയും. കുറ്റവും ശിക്ഷയും അത്ര പഠിച്ചത് അതാണ് ബെറ്റർ. കുറ്റവും ശിക്ഷയും എഴുതിയത് ആരാണ്? കുറ്റവും ശിക്ഷയും എഴുതിയത് ആരാണ്? ദോസ്തോവ്സ്കി അല്ലെ? അടുത്തത് പറഞ്ഞേ, നല്ല പിള്ളേരല്ലേ. 25 മത പ്രചരണം. 26 സ്വാതന്ത്ര്യം, ഡബിൾ സ്വാതന്ത്ര്യം. 13 ജുഡീഷ്യൽ റിവ്യൂ. അപ്പൊ ഞാൻ ഇടട്ടെ? ഇങ്ങനെ നോക്കുമ്പോഴാണ് എന്തോ പോലെ തോന്നുന്നത് അല്ലേ? അടിമത്തം ഇങ്ങനെ നോക്കുമ്പോ എന്തോ പോലെ തോന്നുന്നു. ഇപ്പൊ ഇങ്ങനെ പഠിച്ചപ്പോ സിമ്പിൾ അല്ല, ഇത്രയേ ഉള്ളൂ. അടിമത്തം 23, കുറ്റവും ശിക്ഷയും 20, മതപ്രചരണം 25, സ്വാതന്ത്ര്യം 26, ജുഡീഷ്യൽ റിവ്യൂ 13. കുറ്റവും ശിക്ഷയും. ജുഡീഷ്യൽ റിവ്യൂ. എന്താണ് മെസ്സേജ് അയച്ചത്? ഗീതു നെറ്റു. ജുഡീഷ്യൽ റിവ്യൂ ലിങ്കും എല്ലാം ആണോ? ലിങ്ക് ആണോ? ഫുഡൊന്നും കഴിച്ചില്ല, എനിക്ക് വിശക്കുന്നുണ്ട്. പതിമൂന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ ലിങ്ക് തരാട്ടോ, തരാം. ക്ലാസ് ടൈംസ്. ഞാൻ ഒരു സെക്കൻഡ് അതൊന്ന് പറഞ്ഞു കൊടുത്തോട്ടെ. അടിമത്തം നിരോധിക്കുന്ന വകുപ്പ് പറയാവേ. എൽനിനോയ്ക്കൊന്ന് പറഞ്ഞു കൊടുക്കട്ടെ. രാവിലെ 9:25 ഷട്ടർ ഓപ്പൺ ചെയ്യും. 11 മണിക്ക് കറണ്ട് അഫേഴ്സ്, 2 മണിക്ക് ഇന്ത്യൻ ഫാക്സ്. പിന്നെ ഇവിടെ വെച്ച് പ്ലസിന്റെ ഷട്ടർ ക്ലോസ് ചെയ്യും. സ്റ്റാർട്ട് ചെയ്യും പ്ലസ് ദ 3:15 PM SRT. 8 PM ടോപ്പിക്.
പ്രാക്ടീസ് സെഷൻ 2 പ്രാക്ടീസ് സെഷൻ. OMR പ്രാക്ടീസ് 100 മാർക്കിന് 655 ആൻഡ് 250 ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് 10 മണിക്ക്. ഷട്ടർ ക്ലോസ്ഡ് 11 മണിക്ക്. ഇതെല്ലാം സ്പെഷ്യലാണ്. ഇത് പ്ലസ് ടോട്ടൽ 7 hours. Three on plus and 4 on special. ക്ലിയർ ആണോ? എനിക്കറിയാം എൻ്റെ എല്ലിനോ, എനിക്ക് എൻ്റെ പിള്ളേരെ എല്ലാം നന്നായിട്ട് അറിയാം. പ്ലസ് പിള്ളേരെ, ഫ്രീ പിള്ളേരെ എല്ലാം നന്നായിട്ട് എൻ്റെ ഹൃദയത്തിലുണ്ട് നിങ്ങൾ എല്ലാവരും. മതസ്വാതന്ത്ര്യത്തിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ എല്ലാവരും. എനിക്ക് ഇവിടെ കമന്റ് ഇടുന്ന എല്ലാവരെയും എനിക്കറിയാം. ഇവിടെ കമന്റ് ഇടുന്ന എല്ലാവരെയും. അത് ഈച്ച് ആൻഡ് എവരി വൺ. അത് പ്ലസ് ആയാലും കൊള്ളാം, ഫ്രീ ആയാലും കൊള്ളാം, നെഗറ്റീവ് ആയാലും കൊള്ളാം, പോസിറ്റീവ് ആയാലും കൊള്ളാം. നിങ്ങളൊരു ആൻസർ ഇട്ടാലും എല്ലാവരെയും എനിക്കറിയാം. ഡബിൾ സ്വാതന്ത്ര്യം അറിയാം. അറിയാം. ആതിര, ഗോഖലെ അറിയാം, അമലിനെ അറിയാം, സുബീനെ അറിയാം. സുബി മുമ്പ് തൊട്ടല്ലേ ഇവിടെ കമന്റ് ഇടാൻ തുടങ്ങിയത്. അറിയാം, എനിക്ക് അറിയാം. എന്റെ രേഷ്മ, ഷാനവാസ്, നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട. എനിക്ക് നന്നായിട്ട് അറിയാം. ഈച്ച് ആൻഡ് എവരി വൺ. സത്യമാണ്. ഗോഡ് പ്രൊമിസ്. ഗോപിക മുമ്പേ മെസ്സേജ് ചെയ്തായിരുന്നല്ലോ പക്ഷേ അല്ലേ ഗോപിക? അറിയാം. ഇവിടെ മെസ്സേജ് ചെയ്യുന്ന എല്ലാവരെയും എനിക്കറിയാം. അറിയാം. മെസ്സേജ് ചെയ്താലേ അറിയാം, അല്ലെങ്കിൽ ജോയിൻ അറിയത്തില്ല. മെസ്സേജ് ചെയ്യുന്നവരെ എല്ലാം അറിയാം. പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം. പുതിയ കുട്ടി അശ്വിൻ. വേറൊരു അശ്വിൻ നമുക്കുണ്ട്. അശ്വിൻ കൃഷ്ണ, അശ്വതി കൃഷ്ണ, 2 അശ്വിൻ കൃഷ്ണയുണ്ട്. എല്ലാവരെയും നിങ്ങൾ ഡി പി കൂടി ഇട്ടാ പിന്നെ ഞാൻ ഒരിക്കലും നിങ്ങളെ മറക്കത്തില്ല. അത് ഫ്രീ സ്റ്റുഡൻസ് ആയാലും നിങ്ങൾ ഡി പി ഇടും. ഒരു പൂവിന്റെയോ എന്തിന്റെയും പൂ ഇടണം ഡി പി, കേട്ടോ. അനു കൃഷ്ണ. ഇവിടെ കമന്റ്സ് ഇടുന്നവരെല്ലാം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഡി പി ഇല്ലാത്തവരെല്ലാം ഡി പി ഇടണം. മതം പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം ആർട്ടിക്കിൾ 25. പകുതിയായതേ ഉള്ളൂ. ഇനിയെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന സിമ്പിൾ ആണ് കേട്ടോ, തെറ്റിക്കല്ലേ. യജമാനൻ. ആര്യ. എനിക്കറിയാം ആര്യ SCP-നെ. സാരഗ്രാഹി. സാരഗ്രാഹി എന്ന പ്രസിദ്ധീകരണം. ബ്രഹ്മാനന്ദ ശിവയോഗി. അരയൻ എന്ന മാസിക. അരയൻ എന്ന മാസിക ആരംഭിച്ചതാണ്. കാണുന്നില്ലേ? അത് എന്നെ മാറ്റി വെച്ചാൽ മതി. ഇങ്ങോട്ടും ഇങ്ങോട്ടും എന്നെ മാറ്റി വെക്കാൻ പറ്റും.
പരീക്ഷയ്ക്ക് PSC ഇടുമ്പോൾ അങ്ങനെ വരത്തുള്ളൂ. വിദ്യാലയം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര്? പറയാം. ഫ്രീ ക്ലാസിന്റെ ടൈമിംഗ് 3:15, 6:55, 8 മണി, 10 മണി. 4 ഫ്രീ ക്ലാസ് ഉച്ച കഴിഞ്ഞിട്ടാ. സാധുജന ദൂതൻ എന്ന പത്രം സ്റ്റാർട്ട് ചെയ്തത്? അപ്പൊ സാധുജന പരിപാലിനിയോ? നോക്കാം. യജമാനന്റെ വാക്ക് നോക്കുക. വാഗ്ഭടാനന്ദന്റെ പ്രസിദ്ധീകരണമാണ് യജമാനൻ. യജമാനന്റെ വാക്കാണ് വാഗ്ഭടാനന്ദന്റേത്. സാരഗ്രഹി എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചു ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് സാരഗ്രഹി എന്ന് പറഞ്ഞിരിക്കുന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത്. വിദ്യാലയം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചു ഏതാണ്? കാണാൻ പറ്റും. യൂസർ ചാക്കോ അറിയാം. പിന്നെ എന്റെ പ്രൊഫൈൽ ഫോളോ ചെയ്തിട്ടില്ലാത്തൊരു പ്രൊഫൈൽ ഫോളോ ചെയ്താൽ മതി. കറക്റ്റ്ലി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരും. അതായത് പ്രൊഫൈൽ ഉണ്ട്, അവിടെ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ഓർ നിങ്ങൾക്ക് പ്രൊഫൈൽ അങ്ങ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കറക്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ വരും. മെസ്സേജ് ഇത് ഫോളോ ചെയ്താൽ. വേലക്കാരനാണ് സഹോദരൻ അയ്യപ്പൻ വരുന്നത്. സാധുജന ദൂതൻ എന്ന പത്രം സ്റ്റാർട്ട് ചെയ്തു പാമ്പാടി ജോൺ ജോസഫ് ആണ്. സാധുജന പരിപാലിനി അയ്യങ്കാളി ആണ്. അരയൻ എന്ന മാസിക ആരംഭിച്ചു വേലുക്കുട്ടി അരയൻ. കഴിഞ്ഞ 2020 ഒരു എക്സാമും കേരള PSC നടത്തിയിട്ടില്ല. നടത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സ്റ്റുഡൻസ് വന്നേനമായിരുന്നു അല്ലെ? നിങ്ങൾക്ക് ഉറപ്പില്ലേ? അപ്പൊ സംശയമൊന്നും നിങ്ങൾക്ക് വേണ്ട. 2020 ഒറ്റ എക്സാം പോലും KS അല്ലാതെ വേറെ ഒന്നും കേരള PSC നടത്തിയിട്ടില്ല 2020. ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എന്റെ പിള്ളേരെല്ലാം ലിസ്റ്റിൽ വന്നേനം. എനിക്ക് യാതൊരുവിധ സംശയവുമില്ല. കാരണം 2019 എഴുതിയ എക്സാമിന്റെ റിസൾട്ട്സുകളാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. വളരെ ചെറിയ ലിസ്റ്റ് ആയിട്ട് പോലും അതിനകത്തുനിന്ന് 2-3 പേരെ കിട്ടുക എന്ന് പറഞ്ഞാൽ എനിക്ക് ശരിക്കും അഭിമാനം തന്നെയാണ്. യജമാനൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ഏതാണ്? വാഗ്ഭടാനന്ദൻ ആണ്. സാരഗ്രഹി എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. വിദ്യാലയം എന്ന പ്രസിദ്ധീകരണം മൂർക്കോത്തുകുമാരൻ ആണ്. മൂർക്കോത്തുകുമാരൻ. ഇപ്പൊ ലിസ്റ്റ് വരാൻ പോകുന്നില്ല. ആകെപ്പാടെ 3 ജില്ലയിൽ വന്നിട്ടുണ്ട്. മൂന്ന് ജില്ലയുടെ അല്ല വന്നുള്ളൂ. 3 ജില്ലയുടെ വന്നു. എത്ര വന്നു? വിയുടെ 3 വന്നു. അപ്പൊ അതിനകത്ത് ഇനി കുറെ പേര് ഇനി എല്ലാ റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞിട്ടേ പിള്ളേർ പറയത്തുള്ളൂ. അതൊക്കെ എന്തായാലും തീർച്ചയായിട്ടും നമ്മുടെ പിള്ളേർ തന്നെ ആയിരിക്കും. യാതൊരുവിധ ഡൗട്ടും ഇല്ല. ബിക്കോസ് വിഒയ്ക്ക് ആര് വന്നിട്ടുണ്ടെങ്കിലും അത് SRTക്കകത്താണ് എല്ലാ ക്വസ്റ്റ്യൻസും വന്നിരിക്കുന്നത്. വിത്തൗട്ട് ഡൗട്ട് അവർ നമ്മുടെ ക്ലാസ് കണ്ടിട്ടുണ്ടാവും. എങ്കിലായിരിക്കും അവർ വന്നിരിക്കുന്നത്. യജമാനൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചു വാഗ്ഭടാനന്ദനാണ്. സാരഗ്രഹി എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത്, നിങ്ങൾ വിചാരിക്കും എന്താ ഇങ്ങനെ പറഞ്ഞെന്ന് വിചാരിക്കുന്നത്, ഇവിടെ കമന്റ്സ് വന്നിട്ടാണ് കേട്ടോ, ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. വിദ്യാലയം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് മൂർക്കോത്തുകുമാരൻ. അരയൻ എന്ന മാസിക ആരംഭിച്ചത് വേലുക്കുട്ടി അരയനാണ്. സാധു ജനദൂതൻ എന്ന പത്രം സ്റ്റാർട്ട് ചെയ്തു പാമ്പാടി ജോൺ ജോസഫ്. സാധുജന പരിപാലനയാണെങ്കിൽ അയ്യങ്കാളി. അപ്പൊ ശരിയായല്ലോ. വിദ്യാലയമാണെങ്കിൽ മൂർക്കോത്തുകുമാരൻ. അതേ ഉള്ളൂ ഇവിടെ അറിയാത്തത്. അരയ്യ സമാജം സ്ഥാപിച്ചു ആരെന്ന് ചോദിക്കുമ്പോൾ ഏതെന്ന് പറയുന്നത്? അരയ്യ സമാജം പണ്ഡിറ്റ് KP കറുപ്പൻ. അതേസമയം അരയൻ എന്ന മാസിക സ്ഥാപിച്ചു എന്ന് ചോദിക്കുമ്പോൾ ആരുടെ പേര് പറയണം? വേലുക്കുട്ടി അരയന്റെ പേര് പറയണം. പണ്ഡിറ്റ് KP കറുപ്പൻ തെറ്റിപ്പോയി.
യജമാനൻ. യജമാനൻ. ഇപ്പൊ LP-UPയുടെ ഷോർട്ട് ലിസ്റ്റ് വരുമല്ലോ, ഇപ്പം ഫെബ്രുവരിയിൽ വരും. അപ്പൊ നമുക്കറിയാം അൺ അക്കാഡമിയുടെ പ്രാധാന്യം എന്താണ് എന്നിട്ടുള്ള കാര്യം. സാരഗ്രഹി. ബ്രഹ്മാനന്ദ ശിവയോഗി. അരയൻ. നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ വരട്ടെ കേട്ടോ, എത്രയും പെട്ടെന്ന് വരട്ടെ. അങ്ങനെ എന്റെ പേര് പറയണം കേട്ടോ, അല്ലെങ്കിൽ മോശമല്ലേ. എന്നൊന്നും ഞാൻ പറയത്തില്ല, നിങ്ങൾ പറയുന്നത് എനിക്കറിയാം. നിങ്ങൾ നല്ല കുട്ടികളല്ലേ. എനിക്ക് ആരോടും റിക്വസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല അല്ലേ? ഉണ്ടോ? അരയൻ, വേലുക്കുട്ടി അരയൻ. വിദ്യാലയം. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിൽ പോലും നമ്മുടെ പഠിച്ചിട്ട് ഒരു കുട്ടി, അത് ഫ്രീ ക്ലാസ് മാത്രം പഠിച്ചിട്ട് ഒരു കുട്ടി കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ ശരിക്കും സന്തോഷമാണ്. ശരി, രണ്ടുപേര് പറഞ്ഞിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് 2 പിള്ളേർ പറഞ്ഞു. അത് അവർക്ക് റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷമാണ്. ഫസ്റ്റ് റാങ്ക് പറഞ്ഞില്ല. സാധുജന ദൂതൻ. അതുപോലെ ഇനി എന്റെ പിള്ളേരെല്ലാം എന്നാണ് ഇന്റർവ്യൂ എടുക്കുന്നത് കേട്ടോ. നിങ്ങളെല്ലാം നമുക്ക് ലിസ്റ്റ് അയച്ചു തരണം കേട്ടോ, നിങ്ങളെ ഇന്റർവ്യൂ ചെയ്യാനുള്ള. അതെല്ലാം നമ്മൾ യൂട്യൂബിലിടാം. സാധുജന പരിപാലിനി. നിങ്ങൾ അതൊക്കെ വേണം നിങ്ങൾ ഇമാജിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണം. പോസിറ്റീവ് വൈബ്സ് വേണം നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ നിറയ്ക്കാൻ വേണ്ടിയിട്ട്. ജോലി കിട്ടുന്ന അനുബന്ധിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യണം. ശരിക്കും വിഷ്വലൈസേഷൻ വഴിയിട്ടാണ് ശരിക്കും നമ്മുടെ കാര്യങ്ങളിലേക്ക് അട്രാക്ഷൻസ് വരുന്നത്. നമ്മൾ ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഒരു കാരണവശാലും നെഗറ്റീവ് അവിടെ ചിന്തിക്കുക. അയ്യോ ദൈവമേ, എനിക്കന്ന് ബസ് കിട്ടുമോ, എന്നാ എനിക്ക് പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ എന്നൊന്നും വിചാരിക്കരുത്. അങ്ങനെയല്ല, ഞാനത് കഴിഞ്ഞിട്ട് ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുന്നത് സിജി മാമിനോട് എന്ത് പറയുന്നു, അതൊക്കെ വേണം നിങ്ങൾ ആലോചിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അതൊക്കെ വേണം ആലോചിക്കാൻ വേണ്ടിയിട്ട്. എന്തൊക്കെ പറയും, ഞാൻ ഏത് ഡ്രസ്സായിരിക്കും അന്ന് ഇടുന്നത്, അങ്ങോട്ട് നോക്കിയിട്ടാണോ പറയുന്നത്, ഇങ്ങോട്ട് നോക്കിയിട്ടാണോ പറയുന്നത്, മൻസൂർ സാർ കാണുമോ ഇന്റർവ്യൂവിന്, നിങ്ങളൊക്കെ വേണം ചിന്തിക്കാൻ വേണ്ടിയിട്ട്. സാധുജന പരിപാലിനി അയ്യങ്കാളി. ഓക്കെ, വാഗ്ബടാനന്ദൻ, ബ്രഹ്മാനന്ദ ശിവയോഗി, മൂർക്കോത്ത് കുമാരൻ, വേലുക്കുട്ടി അരയൻ, പാമ്പാടി ജോൺ ജോസഫ്, അയ്യങ്കാളി. സത്യമാണ്, അങ്ങനെ ആലോചിക്കണം. അല്ലാതെ വെറുതെ ഒരു കാര്യവും നമ്മൾക്ക് ക്രിയേറ്റിവിറ്റി നമ്മുടെ മൈൻഡ് കൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ വിഷ്വലൈസ് ചെയ്യണം. ഇറ്റ് വിൽ ഹാപ്പൻ. രാത്രിയിൽ കിടക്കുമ്പോൾ അങ്ങനെയുള്ള വിഷ്വലൈസേഷൻ ചെയ്തിട്ട് വേണം കിടക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. കാര്യമായിട്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു ദിവസമാണ് സുപ്രഭാതത്തിൽ അങ്ങനെ സംഭവിക്കുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന ലോകത്തിലുള്ള എല്ലാ പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന പ്ലെയിൻ ഉൾപ്പെടെയുള്ള റൈറ്റ് സഹോദരന്മാരെല്ലാം പെട്ടെന്ന് ഒരു ദിവസം ഉണ്ടാക്കുമായിരുന്നു പ്ലെയിന്? അല്ല, അവരുടെ മനസ്സിലാണ് ആ ഒരു സംഭവം ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്തത്. അപ്പൊ അതുപോലെ നിങ്ങളുടെ മൈൻഡിലും എന്തു വേണം. ഇപ്പൊ നമ്മളൊരു വീട്, ഇപ്പൊ ഞാനൊക്കെ ആണെങ്കിൽ ഞാൻ ഒരു 2 നില വീടൊക്കെ ആഗ്രഹിച്ചു. ഇപ്പൊ ആ ഒരു സംഭവത്തിന് മീൻസ് അത്ര ഒന്നും പൈസ ഒന്നും ഉണ്ടായിരുന്ന സമയത്തല്ല ഞങ്ങൾ വീടൊന്നും വെച്ചത്. മീൻസ് അന്നേരം നമ്മൾ എന്താണ് ഇമാജിൻ ചെയ്യുന്നത്, ആ ഒരു വീട് ഇങ്ങനെ പടുതാർന്നേക്കുള്ള ഓരോരോ വീടുകൾ കാണുമ്പോൾ നമ്മുടെ മൈൻഡിലോട്ട് ഒരു ഐഡിയാസ് വരത്തില്ലേ. അപ്പൊ പെട്ടെന്ന് ഒരു 2-3 മന്ത്സ് കൊണ്ട് അങ്ങനെ ഓട്ടോമാറ്റിക്കലി വീട് പണിയാനൊന്നും വിചാരിച്ചല്ല, പെട്ടെന്ന് ഓട്ടോമാറ്റിക്കലി അങ്ങനെ അങ്ങ് ആവുന്നതാണ്.
ഞാൻ കാര്യമായിട്ട് പറയുന്നത്. അപ്പൊ അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഓരോ വീട് കാണുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു സംഭവങ്ങൾ നമ്മുടെ മൈൻഡിലോട്ട് ഇങ്ങനെ പഠിതാൽ കൊള്ളാമോ, അങ്ങനെ പഠിതാൽ കൊള്ളാമോ, അങ്ങനെ ആയ കൊള്ളാമോ, ഇങ്ങനെ ആയ കൊള്ളാമോ എന്നൊക്കെ ഈച്ച് ആൻഡ് എവറി സെക്കൻഡ് നിങ്ങൾ എന്ത് ചെയ്യണം. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ജോലിയുടെ കാര്യവും ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യണം. അപ്പൊ പെട്ടെന്ന് ആ സംഭവങ്ങൾ ചെയ്യാൻ പറ്റും. അത് നിങ്ങളിലേക്ക് അടുക്കും. മനസ്സിലായല്ലോ? അത് നിങ്ങൾ തീർച്ചയായിട്ടും അതായത് നമ്മൾ കുറെ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതും ആ ജോലിക്ക് പോകുന്നതും അവിടുത്തെ കാര്യങ്ങളും എല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ അതിനുശേഷം നിങ്ങൾ വാങ്ങിക്കാൻ പോകുന്ന കാറായാലും അല്ലെങ്കിൽ നിങ്ങൾ പണിയാൻ പോകുന്ന വീടായാലും അല്ലെങ്കിൽ നിങ്ങളുടെ കൊച്ചുങ്ങൾക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കുന്നാലും നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഇതൊക്കെ ചെയ്യുന്നാലും എല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, ഈച്ച് ആൻഡ് എവറി സെക്കൻഡ് ഓരോന്നും വിഷ്വലൈസ് ചെയ്യണം. അതാണ് നിങ്ങൾ ശരിക്കും എന്ത് പറഞ്ഞത്, നിങ്ങളിലേക്ക് ഈ ഒരു സംഭവത്തിനെ അട്രാക്ട് ചെയ്യാൻ. അല്ലാതെ പരീക്ഷയ്ക്ക് അത് ഇങ്ങനെ പോയി ഇരിക്കുന്ന കാര്യമൊന്നും അല്ല നിങ്ങൾ ഒരുക്കേണ്ടത്. ഇങ്ങനെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ മൈൻഡിലാണ് ആ ഒരു സംഭവം, നമുക്ക് ജോലി കിട്ടുന്ന സംഭവം നമ്മുടെ മൈൻഡിനെ ആദ്യം പറഞ്ഞു പഠിപ്പിക്കണം. ഇന്ന ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെയൊക്കെ ആയിരിക്കും, ഇന്ന രീതിയിൽ ചെന്നാൽ ആ ജോലി കിട്ടും ഇന്നത്. അപ്പൊ അതൊക്കെ ഈച്ച് ആൻഡ് എവറി സെക്കൻഡ് നമ്മുടെ മൈൻഡ് അങ്ങ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പിടിച്ചാൽ കിട്ടത്തില്ല കേട്ടോ. അതൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യാൻ നോക്കുക. സമയത്ര കത്തിവെച്ച് അത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല 5 AM ക്ലബ്ബ്. അതുകൊണ്ട് ഇപ്പം നമ്മൾ ഓൾറെഡി പ്ലസിനകത്ത് 5 AM ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുറെ പേര് അത് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്കൊക്കെ അതുകൊണ്ട് ഇഷ്ടംപോലെ പ്ലസ് പിള്ളേർക്ക് അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നത്. 5 AM ക്ലബിനകത്ത് അവർക്ക് പഠിക്കുന്നുണ്ട്. 5 AM ക്ലബിനകത്ത് അവർ എഴുന്നേക്കുന്നുണ്ട് കുറെ പേര്, രാത്രിയിൽ പഠിക്കാൻ പറ്റാത്തവർ. അപ്പൊ അങ്ങനെയല്ല, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പ്ലസിൽ വന്നു കഴിഞ്ഞാൽ ഉണ്ടാവും നമ്മളുടെ കറക്റ്റ് മേൽനോട്ടത്തിൽ. അതാണ് പ്ലസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞത്. പഠിപ്പീര് മാത്രമല്ല, അത് കംപ്ലീറ്റ് ക്രിയേറ്റിവിറ്റിയാണ്. ഇത്രയും കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ് എന്നൊക്കെയാണ് നമ്മൾ തീർച്ചയായിട്ടും ആ ഒരു ക്ലാസ്സിൽ അങ്ങനെയാണ് ഓട്ടോമാറ്റിക്കലി നമ്മൾ പഠനം മാത്രമല്ല അവിടെ. 5 AM ക്ലബ്ബ് ഇല്ലേ, എൽനിനോ ഇല്ലേ? മെഡിറ്റേഷൻ ടിപ്സ് ഒക്കെ ഞാൻ പറഞ്ഞത് അത് നമ്മുടെ പ്ലസ് പിള്ളേരുടെ ഗ്രൂപ്പ്. പ്ലസിനകത്ത് 5 മണിക്ക് എഴുന്നേക്കുന്ന പിള്ളേരുടെ ഗ്രൂപ്പാണ്. ബഹുമത സമൂഹം. അപ്പൊ നിങ്ങൾ തീവ്രമായിട്ട് ആഗ്രഹിക്കണം. അല്ലാതെ പരീക്ഷ നടക്കുമോ എന്നിട്ടല്ല. നിങ്ങൾക്ക് ജോലി കിട്ടുമ്പോൾ നിങ്ങൾക്ക് എഴുതാൻ അറിയാമോ എന്നിട്ടാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അവിടെ എത്ര പേരുണ്ട് കൊച്ചുങ്ങളെ? നമ്മുടെ 5 AM ക്ലബിൽ എത്ര പേരുണ്ടോ? പ്ലസിനകത്താണ് അത്. അവിടെ അങ്ങ് കംപ്ലീറ്റ് അങ്ങ് പഠിത്തമാണ്. 274 പേര്. സഹോദര സംഘം ഇതങ്ങ് പഠിച്ചേക്കാം. ബഹുമത സമൂഹം ആണെങ്കിൽ VT ഭട്ടതിരിപ്പാടാണ്. സഹോദര സംഘം സ്ഥാപിച്ചു. അവിടെ നമ്മുടെ ഗ്രൂപ്പിൽ പറഞ്ഞാൽ മതി, എൽനിനോ, അവര് ലിങ്ക് തരും. ആത്മവിദ്യാസംഘം അവിടെ തരും. പ്ലസിന്റെ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ എനിക്ക് പേഴ്സണൽ മെസ്സേജ് ചെയ്യോ? അല്ല, പ്ലസിന്റെ ഗ്രൂപ്പിലാണ് കൊടുക്കുന്നത്. ഒള്ളി പ്ലസ് ആണ്. ജാതിനാശിനി സഭ സ്റ്റാർട്ട് ചെയ്തു. ആരാണ്? ആനന്ദ തീർത്ഥൻ. ചേരമർ മഹാസഭ സ്ഥാപിച്ചു. അപ്പൊ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. നിങ്ങൾ നന്നായിട്ട് കാര്യങ്ങളെല്ലാം അങ്ങനെ ചെയ്യുക. പഠിച്ചുകൊണ്ട് മാത്രം കാര്യമാകത്തില്ല. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ വന്നെങ്കിൽ മാത്രമേ നമുക്ക് ജോബ് കിട്ടത്തുള്ളൂ. അത് ഈച്ച് ആൻഡ് എവറി സെക്കൻഡ് നമ്മളുടെ മൈൻഡിലേക്ക് നമ്മൾ ഡീപ്പായിട്ട് കൊടുക്കണം. ഓരോ സംഭവവും നമ്മൾ പഠിക്കുമ്പോഴും നെഗറ്റിവിറ്റി കൊണ്ടുവരരുത്. എക്സാം നടക്കുവോ നടക്കത്തില്ലയോ എന്തുമായാലും നമ്മൾ തീർച്ചയായിട്ടും ആ ഒരു രീതിയിൽ പോസിറ്റീവായിട്ട് വൈബ്സ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. അപ്പൊ തീർച്ചയായിട്ടും ടോപ്പിൽ വന്നേക്കുന്നു ഉണ്ണി, ജഗൻ, വിനിത, സന്ധ്യ, സജീഷ്, ചിന്ത, സിന്ധു, കൊറോണ, രജിത, സൗമ്യ. ഓക്കെ, വെരി ഗുഡ്.
അപ്പൊ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക. 10 മണിക്കത്തെ സെഷൻ അത് നമുക്ക് കാണാം. ബൈ. താങ്ക് യു.